Praise the Lord. Hallelujah. 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 ദൈവം ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവിൻ്റെ നാമത്തിൽ പാടുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായിട്ട് ദൈവം ദാനമായി തന്ന ഈ ദിവസത്തിനോർത്ത് നമുക്ക് നന്ദി പറയാം. എല്ലാ ഡിസ്റ്റർബൻസുകളും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തിപ്പാടുവാനും ആരാധിക്കുവാനുമായിട്ട് തടസ്സമായി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇന്നും ജീവിക്കുന്നവനായ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അത് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ ശക്തി ഇന്ന് ഈ റൂമിൻ്റെ മുഴുവൻ മുക്കിലും മൂലയിലും ദൈവമേ ഈ അന്തരീക്ഷം മുഴുവനും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന ദിവസമായി ഇന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് കടന്നു വന്നിരിക്കുന്നത് എൻ്റെ യേശുവെ നിന്റെ നാമത്തിൻ്റെ ശക്തിയെ മഹത്വപ്പെടുത്തുവാനും നിന്റെ ശക്തി അനുഭവിച്ചറിയുവാനും വേണ്ടിയാണ് കർത്താവെ. നിന്റെ മുഖം ഒന്ന് കാണുവാൻ വേണ്ടിയാണ് കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ എപ്പോഴും വിളിക്കുന്ന നിന്റെ നാമം അനുഭവിക്കാനും വേണ്ടി കൂടിയാണ് കർത്താവെ. അതിനായിട്ട് ദൈവമേ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ഓരോരുത്തരെയും ഒന്ന് സമർപ്പിക്കുകയാണ് കർത്താവെ. അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്ന കർത്താവെ, അടിയനെ പൂർണ്ണമായും വിട്ടുതരുന്ന എൻ്റെ യേശുനാഥ, നിന്റെ തിരുക്കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുതരികയാണ് കർത്താവെ. സകല കുറവുകളോടും ബലഹീനതകളോടും കൂടെ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ യേശുവെ നീ തന്ന അഭിഷേകമല്ലാതെ നിന്റെ കൃപയല്ലാതെ ഒന്നും എൻ്റെ കൂടെയില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരിലേക്കും എൻ്റെ യേശുവെ നിന്റെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലെ വ്യക്തിപരമായിട്ട് നിന്റെ സ്വരം കേൾക്കുന്ന ദിവസമായി ഒരു മണിക്കൂറുകളായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവെ. കർത്താവായ യേശുവെ, സകല തിരക്കുകളിൽ നിന്നും ദൈവമേ എവിടെയൊക്കെയോ അലഞ്ഞു നടക്കാമായിരുന്ന ഞങ്ങളെ ദൈവമേ നീ ഇന്ന് ഇവിടെ കൂട്ടിയിരിക്കുന്നത് നിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ നാഥ, ഒരിക്കൽ കൂടി കർത്താവെ പൂർണ്ണമായും വിട്ടു തന്നുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് നിന്നെ സ്തുതിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ നാവുകളെ സ്പർശിക്കണമേ കർത്താവെ. സ്തുതിക്കുവാൻ തടസ്സമായി എന്തെങ്കിലും ഞങ്ങളുടെ നാവിനെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ എൻ്റെ യേശുവെ ഇപ്പം ഞങ്ങളിത് വിട്ടുതരുന്നു പൂർണ്ണമായിട്ടും കർത്താവെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തുതി ഗീതങ്ങൾ ഞങ്ങളുടെ നാവുകളിൽ നിന്ന് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ കുഞ്ഞുങ്ങളുടെ അത്തരങ്ങളെ പോലും നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവെ നിന്റെ കൃപയുടെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ സ്തുതിച്ച് ഇപ്പോൾ തന്നെ നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവരും ഒന്നു ചേർന്ന് ഹൃദയത്തിൽ നിന്ന് സ്തുതികൾ ഉയരട്ടെ. യേശുവിന് നാമത്തിൽ ദൈവമേ ഞങ്ങളിതാ വാഴ്ത്തിപ്പാടുന്നു. യേശുവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന, നന്ദി യേശുവെ, നന്ദി യേശുവെ, നന്ദി യേശുവെ. കർത്താവെ ആരാധിക്കുന്ന ദൈവമേ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, നിന്റെ വചനത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്റെ മക്കളുടെ നാവുകളിലേക്ക് അഗ്നി നാവുകളെ പോലെ അഭിഷേകം ഒഴുകട്ടെ. കർത്താവിന്റെ കൃപയുടെ ഇറങ്ങട്ടെ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാല 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 ലമ ഒലാനു റുഷലു മല്ലഹല്ല ലവശസ ലകുന്നു റുഷലു മല്ലഖല്ല ഹാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. സങ്കീർത്തനം 133 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഒരു കുടുംബമായിട്ട് ഇവിടെ ചേർന്നിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങൾ എന്ന് നമ്മൾ പരസ്പരം വിളിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ആ സഹോദരങ്ങൾ എന്നുള്ള ആ ബന്ധം ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പരസ്പരം ഏതെങ്കിലും തരത്തിലുള്ള വിഷമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നിരുപാധികം വിട്ടുകൊടുത്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്.
കൊലപാതകയ്ക്ക് കർത്താവിൻ്റെ നാമത്തിന് മുൻപിൽ എന്താണ് സ്ഥാനം? യേശുവിൻ്റെ മുന്നിൽ എന്താണ് സ്ഥാനം? അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് സകല വിഷമങ്ങളും കുറവുകളും ഏറ്റെടുക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ അറിയുന്ന നമ്മുടെ ദൈവം, നമ്മുടെ കുറവുകളെ അറിയുന്ന നമ്മുടെ ദൈവം നമ്മെ ഏറ്റെടുക്കും. കാരണം നമ്മൾ ഓരോരുത്തരും, സക്രിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ സ്പർശിക്കുന്നവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. ഞാൻ നിങ്ങളെ സ്പർശിച്ചാൽ, ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചാൽ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃഷ്ണമണിയെയാണ് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. ഈ ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എത്രയോ നല്ലതായിട്ട് നമ്മുടെ സഹോദരങ്ങളോട് ഇടപെടാനായിട്ട് തുടങ്ങും. എൻ്റെ യേശുവേ, ഈ വലിയ കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം, നമ്മുടെ കുറവുകളെ വിട്ടുകൊടുക്കാം. യേശുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് കറയില്ലാത്തവരായി നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. കർത്താവ് നമ്മളോട് ക്ഷമിക്കുവാനായിട്ട് സന്നദ്ധനാണ്. ഒരുങ്ങുന്ന മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല. ഈ വചനം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ മുൻപിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. കാരണം നമുക്കറിയാം, അവൻ നമ്മെ തള്ളി പറയുന്നവനല്ല. നമ്മുടെ വരവിനായിട്ട് കാത്തിരിക്കുന്ന ദൈവമാണ് അവിടുന്ന്. ധൂർത്തപുത്രനെ കാത്തിരുന്ന സ്നേഹവാനായ പിതാവിനെ പോലെ അകലെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. ഓടി അടുത്ത് ചെന്ന് മാറോട് അണച്ചതുപോലെ നമ്മൾ അടുത്ത് പോലും ചെല്ലേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ അടുത്തിലേക്ക് ഓടി വരും. ആ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവെ, നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ കുറവുകളോടും കുറ്റങ്ങളോടും കൂടെ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾക്ക് നിന്നെ സ്തുതിക്കണം, നിന്നെ ആരാധിക്കണം, നിന്നെ കാണണം. നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കാം. കാരണം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ നമുക്ക് ഒന്ന് ചേർന്നുകൊണ്ട് നിർമ്മലമായ മനസ്സോടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ നാമത്തെ ആരാധിക്കാം. കാരണം സങ്കീർത്തനം 66:1 പറയുന്നു, ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, സ്തുതികളോടെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവായ യേശുവിൻ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമായിട്ട് അവിടുന്ന് സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത് അവിടുന്ന് പരിപാലിച്ചു കൊണ്ടുവരുന്ന നമുക്ക് സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ ഇപ്പോൾ പാടി പ്രാർത്ഥിച്ചതുപോലെ നല്ല ഇടയനായ നമ്മുടെ ദൈവത്തിന്, നമ്മെ വിടുവിക്കുന്ന നമ്മുടെ ദൈവത്തിന് എത്രയോ നല്ലതായിട്ട് നമ്മൾ ആർപ്പ് വിളിച്ച് അവൻ്റെ മുമ്പിൽ പാടി അവനെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ആ യേശുവിനായിട്ട്, ആ കർത്താവിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ മെനഞ്ഞെടുത്തവന്, നമ്മെ പരിപാലിക്കുന്നവന്, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന നമ്മുടെ കർത്താവ്, ആ ദൈവത്തിന്, ആ യേശുവിനായിട്ട്, ആ കർത്താവിനായിട്ട് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ നമുക്ക് യേശു കർത്താവിന് വിട്ടുകൊടുക്കാം. അവൻ മാത്രമാണ് ദൈവം, അവൻ മാത്രമാണ് രക്ഷകൻ. അവന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വേറൊന്നിനും, ഈ ലോകത്തുള്ള ഒന്നിനും നമ്മുടെ ജീവനെ നിയന്ത്രിക്കുവാനോ രക്ഷിക്കുവാനോ സാധിക്കുകയില്ല. നമ്മൾ ആശ്രയം വയ്ക്കുന്ന മറ്റൊന്നിനും നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ കോടിക്കണക്കിന് രൂപ ഉള്ള ആ രാഷ്ട്രീയ നേതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ? എല്ലാവരെയും പോലെ അവരും 6 അടി മണ്ണിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മാത്രമേ മിച്ചമുണ്ടാവുകയുള്ളൂ. നാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല സൽപ്രവൃത്തികളും മാത്രം. നശ്വരമായ സമ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, ഓടാതെ, നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാണ്ട് സമയം മുഴുവൻ നമ്മൾ ദുരുപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവസാന നിമിഷം ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു നിമിഷത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ കർത്താവിന്റെ മുമ്പിലായിരിക്കാം.
ഇനിയുള്ള നമ്മുടെ ജീവിതം ഇനിയുള്ള ജീവിതം ഞാൻ കർത്താവിന് തരുന്നുവെന്ന് നമുക്കൊരു വ്യക്തമായ തീരുമാനം എടുക്കാം. ഇപ്പോൾ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് വരെ കടന്നുപോയ ഒരു ജീവിതമല്ല ഇനി ഞാൻ ജീവിക്കുവാൻ പോകുന്നത്. എൻ്റെ യേശുവിനായിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം. പല പ്രാവശ്യം എടുത്ത് തെറ്റിപ്പോയ തീരുമാനമായിക്കൊള്ളട്ടെ, എങ്കിലും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതൊന്നും കൂടെ പുതുതായിട്ട് എടുക്കുമ്പോൾ എൻ്റെ യേശു ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിലെ തഴക്ക ദോഷങ്ങളും, എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങളും, എൻ്റെ ജീവിതത്തിലെ രോഗങ്ങളും എൻ്റെ കർത്താവിന് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ പൂർണ്ണ അധികാരമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റുപറയാം. ഇപ്പോഴും കർത്താവ്, ഇതാ ഞങ്ങൾ നിന്റെ മുൻപിൽ വന്നിരിക്കുന്നു. തൊടണമേ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും. ഞങ്ങളുടെ ജീവിതങ്ങളെ നീ തൊടണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞു മക്കളെ നീ തൊടണമേ കർത്താവെ. ഞങ്ങളുടെ ജോലി മേഖലകളെ നീ തൊടണമേ കർത്താവെ. ഞങ്ങളുടെ ആരോഗ്യ മേഖലകളെ നീ തൊടണമേ കർത്താവെ. എൻ്റെ യേശു ദൈവം, നിന്നെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ തമ്പുരാനെ, ഞങ്ങൾ ഞങ്ങളുടെ ആൾബലത്തിൽ ഒന്നുമല്ല കർത്താവെ ഞങ്ങൾ നോക്കുന്നത്. നീയുണ്ട് ഞങ്ങളുടെ മധ്യത്തില്. ആ വിശ്വാസമാണ് ഞങ്ങളെ ഇവിടെ നിർത്തുന്നത് എൻ്റെ തമ്പുരാനെ. ഇന്നുവരെയും ഞങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കർത്താവെ നിന്റെ നാമത്തിലുള്ള വിശ്വാസമാണ്. യേശുവേ കർത്താവെ, നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ തീരുമാനങ്ങളെ ഒന്ന് പുതുതാക്കിക്കൊണ്ട് കടന്നുപോയ നിമിഷം, കടന്നുപോയ ആ സമയങ്ങളെന്ന് നമുക്കിനി യാതൊരു കാര്യവുമില്ല, ഒരു അധികാരവുമില്ല. കടന്നു വരുവാൻ പോകുന്ന ദിവസങ്ങൾ അത് നമുക്ക് അതിലും കൺട്രോൾ ഇല്ല. അത് നമ്മുടേതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. അത് ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ ഈ നിമിഷം അത് നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. ഈ നിമിഷത്തിൽ നമുക്ക് കർത്താവിനെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനം എടുത്തുകൊണ്ട് കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളും കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവന്റെ മുന്നിലേക്ക് നമുക്ക് നീട്ടിക്കൊണ്ട് യേശു ദൈവം സത്യമായി ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന നമ്മുടെ ക്രിസ്തുവില് വിശ്വസിച്ചുകൊണ്ട് അവൻ ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും തൊടുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ അവന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ അഭിലാഷങ്ങളെ, ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയ മേഖലകളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എനിക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന ആത്മീയ കൃപകൾ പലപ്പോഴും എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ആ ആത്മീയ കൃപകളാക്കിയിലേക്ക് യേശുവിന്റെ തിരുരക്തം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എന്നെ വിളിച്ച വിളിയ കർത്താവിന് മഹത്തായ വിളിയാണ്. ആ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ പോലും സാധിക്കാതെ പോകുന്ന എന്റെ അവസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടവരല്ല. നീ തന്ന അനുഗ്രഹങ്ങൾ വെച്ച് നോക്കുമ്പോൾ, നീ തന്ന അഭിഷേകം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ കർത്താവെ നിനക്ക് വേണ്ടി ഓടേണ്ടവരാണ്. നിനക്ക് വേണ്ടി അനേകം രാജ്യങ്ങളിൽ അഭിഷേകത്തോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. ഞങ്ങൾ എവിടെയാണ് കർത്താവെ തിരിഞ്ഞു പോയത്? എവിടെയാണ് ഞങ്ങൾ പിടിക്കപ്പെട്ടു പോയത്? കർത്താവെ, ഞങ്ങൾ ഇതാ നിന്റെ മുന്നിലേക്ക് തിരിച്ചു വരുന്നു. ദൈവമേ, അനുരഞ്ജനത്തിന്റെ കൂടാശയായി ഞങ്ങൾ ഇതാ തിരിച്ചു വരുന്നു. റീകൺസിലിയേഷനോടെ ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് വരികയാണ് കർത്താവെ. വിട്ടുതരുന്ന കർത്താവെ, കഴിഞ്ഞു പോയതെല്ലാം ദൈവം നിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു പുതിയ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആ യേശുവെ ഇറങ്ങണമേ ഞങ്ങളിലേക്ക്. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി. നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കാം, വിട്ടുകൊടുത്തുകൊണ്ട് സ്തുതിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ യേശുവിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാമ ലക്ക റശ ഹല്ലലമ. യേശുവെ നന്ദി, 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 നന്ദി. അഗ്നിയാഭിഷേകമേ, അഗ്നിയാഭിഷേകമേ ഇറങ്ങണമേ, ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിക്കട്ടെ. എല്ലാവരും ഒന്ന് ചേർന്ന് ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 37:4 പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. നമുക്കറിയാം അവിടുത്തെ വചനം, അവിടുത്തെ വാഗ്ദാനങ്ങൾ അത് ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെയാണെന്ന് വചനം പറയുന്നു. അതിന് മാറ്റം ഉണ്ടാവുകയില്ല. അവിടുന്ന് തൻ്റെ വാഗ്ദാനം ചെയ്യുവാനായിട്ട്, നിവൃത്തിയാക്കുവാനായിട്ട് താമസിക്കുകയുമില്ല. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും.
കുറച്ച് നാൾ നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ട് കിട്ടാതെ വരുമ്പോൾ പിറുപിറുത്തുകൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തെ തന്നെ സംശയിച്ചുകൊണ്ട് മാറിപ്പോകുന്ന ഒരു വിശ്വാസം അതല്ല നമുക്ക് വേണ്ടത്. എൻ്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ പ്രവൃത്തിയിൽ കാരുണ്യവാനാണ്. അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വാസം വാഗ്ദാനങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കണമെന്നാണ്. നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അവിടുന്ന് നമ്മളിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വിശ്വാസത്തെ ഒന്നും കൂടെ ഉറപ്പിക്കുവാനും ഒന്ന് ചലഞ്ച് ചെയ്യുവാനും ദൈവം നമുക്കായിട്ട് തരുന്ന, നമ്മുടെ അഭിഷേകത്തിൽ ഒന്നും കൂടെ ഉയരുവാനായിട്ട് കർത്താവ് നമുക്ക് തരുന്ന ഒരു അവസരമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ എപ്പോഴും വാഗ്ദാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതിക വാഗ്ദാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, പ്രാർത്ഥിക്കും. അത് കർത്താവ് തന്നിരിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. അവിടുന്ന് യോഹന്നാൻ സുവിശേഷകന്റെ പറയുന്ന ശിഷ്യന്മാരെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകാനായിട്ട് അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്ന്. അതൊരു വാഗ്ദാനമല്ലേ? അതല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനവും വ്യക്തവുമായ വാഗ്ദാനം? അതിനേക്കാൾ ഉപരിയായി എന്തൊരു വാഗ്ദാനത്തിനാണ് നമ്മൾ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്? എന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ് തിരിച്ചു വരുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ഇരിക്കണമെന്ന് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ വാഗ്ദാനമാണ് യേശുവിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനത്തിലൂടെ സകലതും നമുക്ക് ലഭ്യമാകും. രണ്ടാമത് അവിടുന്ന് ഒരു വാഗ്ദാനം കൂടെ കൊടുത്തു, ഞാൻ പോയി കഴിയുമ്പോൾ ഞാനൊരു സഹായകനെ നിങ്ങൾക്ക് തരും. സഹായകനായ പരിശുദ്ധാത്മാവ് വരും. അവൻ സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഈ രണ്ടാമത്തെ വാഗ്ദാനത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ദാഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രണ്ട് വാഗ്ദാനങ്ങൾക്ക് ഉപരിയായിട്ട് എന്ത് വാഗ്ദാനമാണ് നമുക്ക് വേണ്ടത്? ഈ രണ്ട് വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ രണ്ട് വാഗ്ദാനങ്ങളിലൂടെ സകല വാഗ്ദാനങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഞാൻ യേശുനാമത്തിൽ വിശ്വസിച്ച് പറയുകയാണ്. നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാണ്. സാധാരണ ഒരു ലോകത്തിലെ ഒരു ആൾക്കാരെ പോലെ അല്ല കർത്താവ് നമ്മളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട, നമ്മൾ അഭിമാനിക്കുന്ന, നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളെ വേർതിരിച്ചു വെച്ചിരിക്കുന്ന ജനതയാണെന്ന്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ പോലെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ പോരാ. നമ്മൾ വ്യത്യസ്തമായിട്ട് കർത്താവായ യേശുവിൻ്റെ അവന്റെ നാമത്തിനും അവന്റെ സ്വഭാവത്തിനും ചേർന്ന രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് അവന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് സംശയിക്കാതെ എവിടെയാണോ എൻ്റെ കുറവുകൾ അത് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനാണെങ്കിൽ ഒരു ടെസ്റ്റിമണി ഇപ്പോൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യമാണ്, എന്നാൽ പോലും അതൊരു വലിയ കാര്യം എന്നെ പഠിപ്പിച്ചു. കാരണം ഞങ്ങളുടെ 7 സീറ്റർ വണ്ടി ഞങ്ങൾ ശരിക്കും പ്രോഗ്രസിങ് കർത്താവ് വാഗ്ദാനം ചെയ്ത വണ്ടിയാണ്. പക്ഷെ അത് ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പല പ്രശ്നങ്ങൾ ഇങ്ങനെ വരും, വൺ ആഫ്റ്റർ അനദർ. പിന്നെ കുറച്ച് നാളത്തേക്കായിട്ട് ആ വണ്ടി എടുക്കുന്നേ ഇല്ലായിരുന്നു. അപ്പം അതിനാദ്യം ക്ലച്ചിന് പ്രോബ്ലമായി, പിന്നെ അതിൻ്റെ സൈഡിലൊരു ഇടിച്ച് അതിൻ്റെ പെയിൻറ്റ് പോയി. അങ്ങനെ പല പല പ്രശ്നം വന്ന് ഒന്ന് തീർത്തെടുക്കാൻ നോക്കുമ്പോൾ അടുത്ത പ്രശ്നം വരും. അവസാനം വണ്ടി ഇങ്ങനെ കിടപ്പാണ്. കാരണം ഇൻഷുറൻസ് തീർന്നു, പിന്നെ ക്ലച്ചില്ല, പിന്നെ സൈഡിലില്ല, NCT ഫെബ്രുവരി തീർന്നതാണ്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് വണ്ടി എടുക്കാൻ മേലാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് വന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ നീ ഞങ്ങൾക്ക് വാഗ്ദാനം തന്ന് ഞങ്ങൾ വാങ്ങിയ വണ്ടിയാണ്, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തടസ്സങ്ങൾ മാറ്റണമേ. ഒരു ദിവസം ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മറ്റേ ചെറിയ വണ്ടിയിൽ വന്നിറങ്ങി. എപ്പോഴും ഇതാ നോക്കുമ്പോൾ ഒരു വിഷമം, ഈ വണ്ടി ഇങ്ങനെ കിടക്കുവാണല്ലോ. അപ്പം കർത്താവ് ഇങ്ങനെ മനസ്സിലൊരു പ്രേരണ തന്നു. അപ്പം ഞാൻ വണ്ടിയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവെ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ തിരഹിതമാണെങ്കിൽ ഈ വണ്ടി ഞാനിത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ടു കിടക്കുമ്പോൾ ഇങ്ങനെ വിഷമം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ലോണും അടച്ചു പോകുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇത്തരം പ്രശ്നത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വെറുതെ ഞങ്ങളുടെ പൈസ പോവാണല്ലോ. പിന്നെ ഇത് നന്നാക്കാൻ വേണ്ടി ചോദിക്കുന്നവരൊക്കെ ഒത്തിരി പൈസയാണ് പറയുന്നത്. അപ്പം നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച ദിവസങ്ങൾക്കുള്ളിൽ അങ്ങയുടെ തിരഹിതമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വണ്ടി ഉപയോഗിക്കാനുള്ള കൃപ തരണമേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓർത്തു ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്യാം. അങ്ങനെ ഓർത്ത് ക്ലച്ച് നന്നാക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു. അപ്പം പറഞ്ഞു വണ്ടി അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം, കാരണം ഇൻഷുറൻസ് ഇല്ല, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ടോവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളെ വിളിച്ചു. അപ്പം കുറച്ച് പൈസ കുറവ് പറഞ്ഞ ഒരാളെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം ടോവ് ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ പറഞ്ഞു ഓക്കെ ഞങ്ങൾ വണ്ടി അവിടെ എത്തിച്ചു തരാം.
അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ഫോൺ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പ്രശ്നമാണ് നിങ്ങളുടെ വണ്ടിക്ക്? അപ്പം ഞങ്ങൾ പറഞ്ഞു ക്ലച്ച് മാറണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് അതിനുള്ള ഫെസിലിറ്റി എൻ്റെ ഇതിലുണ്ട്, എൻ്റെ ഗാരേജിലുണ്ട്, നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എത്ര രൂപയ്ക്ക് ചെയ്തു തരും? അപ്പോൾ പുള്ളി മറ്റുള്ളവരൊക്കെ പറഞ്ഞേക്കാളും കുറച്ച് വിലയും പറഞ്ഞു. ടോവിങ്ങിനുള്ള കാശും ഒരു 20 യൂറോയും കൂടെ കുറച്ച് പറഞ്ഞു. തിരിച്ച് കൊണ്ട് തരാം, അതിൻ്റെ പൈസ കൊടുക്കുകയും വേണ്ട. അപ്പം ഞങ്ങൾ ഓർത്ത് അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഞങ്ങൾ പുള്ളിനെ ഏൽപ്പിക്കാമെന്ന് ഓർത്ത് ഏൽപ്പിച്ചു. പുള്ളി വന്ന് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഞങ്ങൾ NCTയുടെ കാര്യവും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ അതുകൂടെയൊക്കെ ചോദിച്ചാൽ ഒത്തിരി എങ്ങനെ ആവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചില്ല. അപ്പോൾ അയാൾ വണ്ടി അവിടെ കൊണ്ടുവന്നപ്പം ഈ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അയാൾ ചോദിച്ചു, ഇതും കൂടെ ചെയ്തേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു അതുകൂടെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പൈസ ആവുമല്ലോ. അന്നത്തേക്കും പുള്ളി പറഞ്ഞു ഇങ്ങനെ കൂട്ടിയിട്ട് വളരെ ചെറിയൊരു തുക, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തുക പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ അതുകൂടെ ചെയ്തേക്ക്. അപ്പം വൈപ്പറും ഇതുകൂടെയാണ് മാറ്റി വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം അതുകൂടെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് അതിൻ്റെ റൈറ്റ് റിയർ വ്യൂ ഗ്ലാസ് ഉണ്ട്, അത് പോയി പൊട്ടിക്കിടക്കുക. അപ്പോൾ അത് നന്നാക്കാൻ പറ്റത്തില്ല. അത് നന്നാക്കാതെ ഞങ്ങൾക്ക് NCTക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അത് നിങ്ങൾ മേടിച്ച് കൊണ്ട് തന്നാൽ ഞങ്ങളത് വെച്ച് തരാം. പിന്നെ ബോഡി ആണെങ്കിലും വേറെ ഗാരേജിൽ കൊണ്ടുപോകണം, അല്ലാണ്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത്രയും കാര്യം ചെയ്തു തന്നേക്ക്. അത് കഴിഞ്ഞ് കൊണ്ടുവരാറായപ്പോഴത്തേക്കും അയാൾ എനിക്ക് ടെക്സ്റ്റ് വിട്ടു, മിറർ പുള്ളി ഫിക്സ് ചെയ്തു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി വണ്ടി NCT ഡ്യൂ കഴിഞ്ഞ് കുറേ നാളായി. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് NCTക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, മിററും കുറച്ച് നാളത്തേക്ക് അവിടെ ഇരുന്നോളൂ, പിന്നെ ബോഡി മാത്രം നിങ്ങൾ പിന്നെ എപ്പോഴേലും ചെയ്താൽ മതി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ NCTക്ക് ഡേറ്റ് എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടുപോവുക. കാരണം ഒരു പ്രാവശ്യം NCT ഫെയിലാക്കി വിട്ടത് ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് നന്നാക്കിക്കൊണ്ട് ചെന്നാലേ NCT പാസ്സാക്കി തരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് ഈ NCT പാസ്സാകാതെ ഇതെല്ലാം ചെയ്തിട്ടും ഒരു കാര്യമില്ല, വണ്ടി പുറത്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊണ്ടുചെല്ലുക. അപ്പോൾ ഞങ്ങൾ കണ്ടു വണ്ടി അവർ താഴെ ചെയ്യുന്നു, അപ്പുറത്തോട്ട് കൊണ്ടുപോയി. പിന്നെ അയാളുടെ മുഖത്തിന് ഞങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവരിങ്ങനെ ബോഡി കാണിച്ചു കൊടുത്തപ്പം വേറൊരാളെയും കൂടെ കൊണ്ട് കാണിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ അതേ അവർ കണ്ടു. അപ്പോഴത്തേക്കും മനുഷ്യനങ്ങ് എന്തോ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ സോണിയാണ് പറഞ്ഞു, സോണിച്ച അത് കുഴപ്പമില്ലെന്ന് അയാൾ പറഞ്ഞു, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അതിന് വണ്ടി അവർ തിരിച്ച് ആദ്യം കയറ്റിയ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് വീണ്ടും കയറ്റി ഇറക്കി ചെക്ക് ചെയ്യുക. അവസാനം വണ്ടി പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ബോഡി അവർ മൈൻഡ് ചെയ്തില്ല, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ വിട്ടു. അത് കഴിഞ്ഞിട്ട് വീൽ അലൈൻമെൻറ്റിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടും പൈസ കൊടുത്ത് നന്നാക്കിയിട്ട് ശരിയാകാത്ത കാര്യമാണ്. അയാളത് 30% വരെ വന്നു കഴിഞ്ഞാൽ അത് ഫെയിലാക്കും. 29% ആക്കി NCT പാസ്സാക്കി. അയാൾ പറഞ്ഞു, നിങ്ങൾ കണ്ടല്ലോ, ഞാൻ വളരെ ട്രൈ ചെയ്താണ് 29% ആക്കി ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ NCT പാസ്സാക്കി തന്നിട്ടുണ്ട്, നെക്സ്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങളതെങ്ങനെയെല്ലാം ശരിയാക്കി കൊണ്ടുതരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോലും ഉദ്ദേശിക്കാതെ, ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ വണ്ടിയുടെ കാര്യം ശരിയായി കിട്ടുമെന്ന്. അപ്പോൾ ദൈവം ഒത്തിരി വലിയൊരു അനുഗ്രഹം അത് ഞങ്ങൾക്ക് അവിടെ ചെയ്തു തന്നത്. അപ്പം ഞാൻ ഓർക്കുകയാണ്, നമുക്ക് ദൈവം തന്നിട്ടുണ്ട് വാഗ്ദാനങ്ങളുടെ കൂടെ ദൈവം നമുക്ക് കൃപയും അഭിഷേകവും തന്നിട്ടുണ്ട്. നമ്മൾ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അധികാരം ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമ്മുടെ കൃപകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ യേശുനാമത്തിൽ വിശ്വസിച്ച് നീ അത് ചെയ്തു തരുമെന്ന് പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു വിടുതൽ സംഭവിച്ചു. അതൊരു എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു. എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ്. അവിടെ നിന്ന് എൻ്റെ വലത്ത് കൈ ഗ്രഹിച്ചിരിക്കുന്നു, ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു. പിന്നീട് അവിടെ തന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ ഉയർത്തുകയും അവരനെ താഴ്ത്തുകയും ചെയ്യുന്ന ആ വിധി നടപ്പിലാക്കുന്നത് ദൈവമാണ്. കഷ്ടപ്പാട് വരുന്നതും ഒന്നും ദൈവം അറിയാതെയല്ല. അതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം സമയത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകി നമ്മെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് അവനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. ദൈവമേ സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളെ കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന, ആരാധിക്കുന്ന, നന്ദി പറയുന്ന, മഹത്വപ്പെടുത്തുന്ന കർത്താവെ. ഓ യേശുവെ, ഒരിക്കൽ കൂടി കർത്താവെ, ഈ വാഗ്ദാനങ്ങൾ കർത്താവെ ഞങ്ങളുടെ മനസ്സിലേക്ക് നീ ഉറപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, നീ വാക്ക് മാറാത്തവനാണ് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഓ ദൈവമേ, നീ ഞങ്ങളെ കുറിച്ച് കരുതലുള്ളവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഓ നീ ഞങ്ങളെ പെറ്റമ്മയെക്കാളും കരുതുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, മഹത്വപ്പെടുത്തുന്ന എന്റെ തമ്പുരാനെ. നമ്മൾ ഈ ഒരു വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തെ നമുക്ക് ഒന്നും കൂടെ വിളിച്ച് ആരാധിച്ച് നമുക്ക് സ്തുതിക്കാം. നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മെ പൂർണ്ണമായി നമുക്ക് യേശുവിനെ വിട്ടുകൊടുക്കാം. ഏതെങ്കിലും മേഖലകളിൽ കർത്താവെ, എന്റെ യേശുവെ കർത്താവെ, ഞങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രതികൂലങ്ങളെ നേരിടുന്നുണ്ടെങ്കിൽ, എന്റെ യേശുവെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ ആത്മീയ മേഖലകളിൽ കർത്താവെ ഞങ്ങൾക്ക് തടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, എന്റെ യേശുവെ ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിക്കുകയാണ് കർത്താവെ. കർത്താവെ സ്തുതിക്കുമ്പോൾ, ദൈവമേ ആരാധിക്കുമ്പോൾ സകല തടസ്സങ്ങളും വിട്ടുപോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. അഭിഷേകം ഇറങ്ങുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഞങ്ങൾ പോലും അറിയാതെ കർത്താവെ, ഞങ്ങളിലുള്ള ചില തടസ്സങ്ങളും ബന്ധനങ്ങളും കർത്താവെ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിട്ടുപോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ നാവുകളെ ഞങ്ങൾ ഇതാ വിട്ടുതരുന്ന കർത്താവെ. ഞങ്ങളുടെ നാവുകളിൽ കർത്താവെ നീ ഒരു പുതിയ ഗാനം ദൈവമേ നീ നിഷേധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾക്കൊരു പുതു ഗാനം നൽകണമേ കർത്താവെ, നിന്നെ സ്തുതിച്ച് ആരാധിക്കുവാൻ വേണ്ടി കർത്താവെ. നീ ഞങ്ങൾക്കൊരു പുതിയ ഗാനം ഞങ്ങളുടെ നാവിൽ നിക്ഷേപിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ നീ തൊടണമേ കർത്താവെ. കർത്താവെ ഞങ്ങളിലേക്ക് ഓ ദൈവമേ ഒരു പുതിയ ശക്തി നീ അയക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് ദൈവമേ നിന്റെ രാജ്യത്തിന് വേല ചെയ്യുവാൻ വേണ്ടിയിട്ട് കർത്താവെ നീ ഞങ്ങളെ ഒരുക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ദൈവമേ ഞങ്ങളുടെ നിറയുവാനായിട്ട്, ഓ വചനത്തിന്റെ അഭിഷേകം ഞങ്ങളെ നിറയുവാനായിട്ട് കർത്താവെ ഞങ്ങൾ ഇതാ നിന്നെ ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന. ദൈവമേ സ്തുതിക്കുന്നു കർത്താവെ, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ ആരാധന, 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 സ്തുതി, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ല 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 ഹല്ല. Praise you Lord, thank you Lord, we worship you Lord our God, we adore you Jesus of Nazareth. I praise you. നസ്രായനായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. നസ്രായനായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഭൂലോകങ്ങളും മുട്ടു നടക്കുന്ന ഉന്നതനായ യേശുവിന്റെ നാമമേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുകയാണ്. ഭൂമിയിലെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിന്റെ നാമമല്ലാതെ. യേശു നാമത്തിലെ ദൈവമേ, ഓ ഞങ്ങളിതാ ഞങ്ങളുടെ സർവ്വ പ്രതീക്ഷകളും ഞങ്ങളിതാ നിന്നിൽ അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സകല ആശ്രയവും നിന്നിലാണെന്ന് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു കർത്താവേ. സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം നമ്മൾ അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ നാമത്തിന്റെ ശക്തി നമ്മൾ അറിഞ്ഞിരിക്കണം. ആ നാമത്തിന്റെ ശക്തി, യേശു നാമം, എൻ്റെ ജീവിതത്തിലെ യേശു നാമത്തിന് എന്ത് ഇമ്പാക്റ്റാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് കർത്താവിന് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു നാമം കൊണ്ട് ഇടപെടാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നാമത്തിന്റെ ശക്തിയെ അറിഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവ് യേശുവിന്റെ നാമത്തെ സ്തുതിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ എങ്ങനെ പറയുന്നു, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലും യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനും വേണ്ടിയാണ് ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. പിതാവ് നൽകിയ നാമമാണ് യേശുവിന്റെ നാമം. എല്ലാ മനുഷ്യർക്കും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവായ യേശുവിന്റെ നാമം അത് ബലിഷ്ഠമായ ഗോപുരം പോലെയാണെന്ന് സങ്കീർത്തകൻ പറയുന്നു. നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായിട്ട് കഴിയുന്നു. നമുക്ക് സുരക്ഷിതം എവിടെയെന്ന് നമ്മൾ കണ്ടെത്തണമെങ്കിൽ അത് യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ അറിഞ്ഞിരിക്കണം.
യേശുവിന്റെ നാമത്തിന് നമ്മളെ വിടുവിക്കാൻ കഴിയാത്ത മേഖലകളില്ല. യേശുവിന്റെ നാമത്തിന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഒരു മേഖലകളും ഈ ലോകത്തിലുമില്ല, പാതാളത്തിലുമില്ല, സ്വർഗത്തിലുമില്ല. ദൈവമേ, സ്വർഗത്തിലും ഞങ്ങൾ അങ്ങേ അല്ലാതെ മറ്റാരെയാണ് ആഗ്രഹിക്കുന്നത്, ഭൂമിയിലും അങ്ങേ അല്ലാതെ മറ്റാരെയും ഞങ്ങൾ തേടുന്നില്ല. ലോകങ്ങളും മുട്ടു നടക്കുന്ന ഉന്നതവും അതിശയവുമായ യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ നാമത്തിലാണ് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പോലെ നമ്മൾ പേടിക്കുകയും വിഷമിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. വചനം പറയുന്നു, പരിഭ്രമിക്കരുത്, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. യേശുവിന്റെ നാമമാണ് നമുക്ക് വിളിച്ചപേക്ഷിക്കുവാനായിട്ട് കർത്താവ് കുഞ്ഞുങ്ങളുടെ നാവുകളിൽ പോലെ സ്തുതി ഒരുക്കിയ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. അത് നമുക്ക് രക്ഷ നൽകുന്ന നാമമാണ്. വചനത്തിൽ പറയുന്നു, പിശാചുകൾ പോലും ഞെട്ടിപ്പിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ശിഷ്യന്മാർ തിരിച്ചു വന്ന് യേശുവിനോട് പറയുന്നുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങളുടെ മുൻപിൽ തോൽക്കുന്നു. പിശാചുകൾ പോലും ഞെട്ടിവിറയ്ക്കുന്ന നാമം, രോഗികളെ സുഖമാക്കുന്ന നാമം, ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന നാമം, മാനസാന്തരങ്ങൾ നൽകുന്ന നാമം, സർവോപരി രക്ഷയുടെ നാമമാണ് യേശുവിന്റെ നാമം. ഈ നാമത്തിന്റെ ശക്തിയെ നമുക്ക് ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഈ പാട്ട് പാടിയ സ്തുതിക്കുമ്പോൾ, യേശുനാമം എൻ്റെ ആശ്രയം എന്ന് നമ്മൾ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ പാട്ട് പാടാം. യേശുവേ, വരണമേ കർത്താവേ, ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വിശ്വാസത്തോടെ നമുക്ക് വിളിക്കാം യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനിലേക്ക് ഇപ്പോൾ അവിടുത്തെ കൃപ ഇറങ്ങുന്ന നിമിഷങ്ങളാണിത്. യേശുവേ എന്ന് നമുക്ക് വിളിക്കാം. യേശുവേ, കടന്നു വരണമേ. യേശുവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. യേശുവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. യേശുവേ, ഞങ്ങളെ വിടുവിക്കണമേ. യേശുവേ, നീ ഞങ്ങളെ ഒന്ന് തൊടണമേ. യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തിയാലെ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ, അങ്ങയുടെ നാമം, കർത്താവേ, അങ്ങയുടെ നാമം, ദൈവമേ, അപമാനിക്കപ്പെടുന്ന അങ്ങയുടെ നാമം, ദൈവമേ, ശത്രുക്കൾ, ദൈവമേ, ദൈവമേ, മോശമായി പോലും യൂസ് ചെയ്യുന്ന നിന്റെ നാമം. യേശുവേ, ഞങ്ങൾ ഇതാ നിന്റെ നാമത്തിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ, യേശുവേ, നിന്റെ നാമത്തെ ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുന്ന എന്റെ തമ്പുരാനെ, നിന്റെ രണ്ടാം വരവിന് മുമ്പ് കർത്താവേ, നിന്റെ നാമം അറിയാത്ത ഒരു കുഞ്ഞു പോലും ദൈവമേ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, നിന്റെ നാമത്തിന് ദൈവമേ ഞങ്ങൾ ഇതാ രക്ഷ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഹോൾ ഇവാഞ്ചലൈസേഷൻ ഈ വേൾഡിന്റെ യേശുവേ, നിന്റെ നാമം ദൈവമേ മുക്കിലും മൂലയിലും എത്തപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ, ഈ കാത്തലിക് കൺട്രിയായ ഈ രാജ്യത്ത് പോലും അങ്ങയുടെ നാമം കേൾക്കാത്ത, അങ്ങയുടെ നാമം വിളിക്കാത്ത, ദൈവമേ, അങ്ങയുടെ നാമത്തെ കർസ് ചെയ്യുന്ന യേശുവേ അനേകരുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നിന്റെ നാമത്തിന്റെ ശക്തി കർത്താവേ രാജ്യത്ത് വെളിപ്പെടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി കർത്താവേ, കർത്താവായ ദൈവമേ, എല്ലാ മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കാൻ വെളിപ്പെടുന്ന ഒരു നിമിഷത്തിനായിട്ട്, ദിവസത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന കർത്താവേ. നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഈ രാജ്യത്ത് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. യേശുവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവേ, നിന്റെ നാമത്തിന്റെ കർത്താവേ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല കർത്താവേ. യേശുവേ, സെന്റ് പാട്രിക്കിന്റെ സമയത്തെ പോലെ മരിച്ചവർ ഉയർക്കുന്ന ദിവസങ്ങൾ കടന്നു വരട്ടെ കർത്താവേ. ഈ രാജ്യത്ത് സംഭവിക്കട്ടെ കർത്താവേ. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കർത്താവേ നന്ദി, നന്ദി, നന്ദി യേശുവേ. നിന്റെ വലിയ വെളിപ്പെടുത്തലിനായിട്ട് കർത്താവേ, നിന്റെ വലിയ പദ്ധതിക്കായിട്ട്, ദൈവമേ, നിന്റെ വലിയ പദ്ധതിക്കായിട്ട് നന്ദി പറയുന്നു യേശുവേ. യേശുവേ നന്ദി, 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 നന്ദി കർത്താവേ. വിശുദ്ധാത്മാക്കൾ കർത്താവ് ഈ രാജ്യത്ത് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മാക്കൾ ഈ രാജ്യത്ത് ഇനിയും ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെന്റ് പാട്രിക്കിനേക്കാൾ വലിയ വിശുദ്ധർ ഈ രാജ്യത്ത് കടന്നു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇത് വെറും ഒരു ദുരിതമല്ല, വെറും ഒരു ദ്വീപല്ല
യേശുവേ നന്ദി 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 തമ്പുരാനെ. രക്ഷക നിന്നെ സ്തുതിക്കുന്നു. ഹല 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 ഹല. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ഓ യേശുവേ ആരാധന ദൈവമേ. മഹത്വം മഹത്വം മഹത്വം. കർത്താവേ നിനക്ക് മാത്രം മഹത്വം, നിനക്ക് മാത്രം ആരാധന യേശുവേ, നിനക്ക് മാത്രം ദൈവമേ മാനവും മഹത്വം സമർപ്പിച്ചുകൊണ്ട് കർത്താവേ നീ ആരാധിക്കുവാനായിട്ട് ദൈവമേ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ നിന്റെ മുൻപിൽ കർത്താവ് ഞങ്ങളിതാ മുട്ടുമടക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഇരുന്നു കൊണ്ട് അവിടുത്തെ മുഖം ദർശിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമ്മുടെ ദൈവം സത്യമായും ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ആ യേശുവിനെ നമുക്ക് ഉൾക്കണ്ണുകൊണ്ട് ദർശിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും നമുക്ക് അവിടുത്തെ ആരാധിക്കാം. റോമൻസിൻ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് വെറും വാക്കുകൾ കൊണ്ടല്ല, ഹൃദയസ്ഥമാക്കിയ നമ്മുടെ വാക്കുകൾ കൊണ്ടോ വരികൾ കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് ഇങ്ങനെയാണ്: നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി അവൻ്റെ മുൻപിൽ മാറിക്കൊണ്ട് നമ്മുടെ വേദനകളെയും വിഷമങ്ങളെയും അവന് സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഹല്ലേലൂയ പാടുവാനായിട്ട് നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും, അപ്പോൾ നമ്മുടെ ശരീരങ്ങൾ വിശുദ്ധമായി കഴിയുമ്പോൾ, നമ്മൾ വിശുദ്ധിയിൽ നിറഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും അവിടുത്തെ സന്നിധിയിൽ ഒരു ധൂപാർച്ചനയായിട്ട്, നമ്മൾ കൈകൾ ഉയർത്തുന്നത് സായാജ്ഞ ബലിയായിട്ടും അവിടുത്തെ മുമ്പിൽ സ്വീകരിക്കപ്പെടും. സങ്കീർത്തകൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്: കർത്താവെ, ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാജ്ഞ ബലിയായിട്ടും എൻ്റെ പ്രാർത്ഥന ഒരു ധൂപാർച്ചന പോലെയും അവിടുത്തെ സന്നിധിയിലെത്തട്ടെ. അതും ആരാധനയാണ്. നമ്മൾ ഒന്നും പറഞ്ഞു ചെയ്യുന്നതല്ല. നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ എടുക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും പറയുന്നതും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ആരാധനയായി മാറുന്ന നിമിഷങ്ങളെ നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് നമുക്കിപ്പോൾ ദൈവത്തെ ആരാധിക്കാം. വീണ്ടും സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു: ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ അനുഗമിക്കും. പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടും വിനീത ഹൃദയത്തോടും കൂടെ തന്നെ. മുട്ടാടുകളുടെയും കാളകളുടെയും രക്തമല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അവിടത്തേക്ക് വേണ്ടത് പശ്ചാത്താപ വിവശമായ ഹൃദയവും വിനീതമായ ഹൃദയവുമാണ്. എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധിയോടെ വേണം ഞാൻ കടന്നു ചെല്ലുവാനായിട്ട്. എൻ്റെ യേശു എനിക്ക് ആരായിട്ടാണ് ഞാൻ എൻ്റെ യേശുവിനെ കാണുന്നത്? അവൻ എവിടെയോ ദൂരെ മറിഞ്ഞിരിക്കുന്ന ദൈവമായിട്ടാണോ? അതോ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ നാഥനായിട്ടാണോ? എൻ്റെ രക്ഷകനായിട്ടാണോ? ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ വാരിക്കൊരി തരുവാൻ വേണ്ടി സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു വ്യക്തിയായിട്ടാണോ? അവനെ എപ്പോഴെങ്കിലും എൻ്റെ പ്രാണപ്രിയനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ എല്ലാ സ്നേഹത്തിനും യോഗ്യനായ എൻ്റെ പ്രാണപ്രിയൻ, എനിക്കെൻ്റെ യേശു ആരായിരിക്കണം? നമുക്ക് അവൻ ആരായിരുന്നാലും അവൻ ആഗ്രഹിക്കുന്ന ഇതാണ്: നമ്മുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനത്തിരിക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ 1-ാമത്തെ കൽപ്പന ദൈവം നമുക്ക് ഇങ്ങനെ തരുമോ? നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും സർവശക്തിയോടും കൂടെ അവനെ മാത്രം ആരാധിക്കുക. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഞാനായിരിക്കണം നിന്റെ ജീവിതത്തിലെ 1-ാമൻ. ഞാൻ എങ്ങനെ വേണേ കണ്ടാലും എൻ്റെ യേശു എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ്. യേശുവിന് ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധന അവൻ്റെ മുൻപിലെത്തുകയുള്ളൂ.
അതിൽ കുറഞ്ഞതൊന്നും അവന് വേണ്ട. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഒരു സുവർണ കൽപ്പനയാണിത് ബൈബിളിലെ. ഈ ഒരു കൽപ്പന പാലിക്കാതെ ഞാൻ എങ്ങനെ എൻ്റെ യേശുവിനെ ആരാധിക്കും? എൻ്റെ പ്രിയനായിട്ട് എനിക്ക് അവനെ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ജോലിയെക്കാളും എൻ്റെ ജീവനേക്കാളും എൻ്റെ കുടുംബത്തെക്കാളും എൻ്റെ മക്കളെക്കാളും എനിക്കുള്ള സകലത്തെക്കാളും ഉപരിയായിട്ട് എൻ്റെ യേശുവിനെ എൻ്റെ പ്രാണപ്രിയനായിട്ട് എനിക്ക് കാണുവാൻ സാധിക്കണം. എന്നിട്ട് നമ്മൾ അവൻ്റെ മുമ്പിൽ കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് അവൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ സാധിക്കുക. അവിടെ നമുക്ക് അനുഗ്രഹങ്ങൾ തരും, തരാതിരിക്കില്ല. പക്ഷെ യേശുവിനെ യേശുവായിട്ട് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. നമുക്ക് വിശ്വാസത്തോടെ ഈ പാട്ട് നമുക്ക് പാടി ആരാധിക്കാം. കർത്താവെ ആരാധിക്കുന്ന തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നു. ഇത്രയും നേരം ഞങ്ങളോട് കൂടെ ആയിരുന്നുകൊണ്ട് യേശുവെ അവിടുത്തെ ശക്തിയാലെ നിറച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ യേശുവെ ഞങ്ങൾ വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് റജി ബ്രദറിനെ സമർപ്പിച്ച് ഞങ്ങളുടെ വചനം ദൈവമേ ഞങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ട് കർത്താവെ ആ മകൻ്റെ നാവിനെ നീ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ നീ സംസാരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിനാലെ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രീയേക സർവേശ്വര എന്നേക്കും ആമേൻ.